പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വാൾ പെയിൻറ്റിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിക്കാൻ പോകുന്നത്. ഇതിന് മുന്നേ ഞാൻ കുറച്ച് വാൾ പെയിൻറ്റിംഗ് എല്ലാം ചെയ്തിരുന്നു, പക്ഷേ ആ സമയത്ത് ചാനലും തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇത് വരയ്ക്കാൻ തുടങ്ങിയ ശേഷമാണ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ച് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ആദ്യ ഭാഗം അതുകൊണ്ട് കിട്ടിയിട്ടില്ല. വരയ്ക്കാൻ ഞാൻ ഉദ്ദേശിച്ച ചിത്രമാണ് നിങ്ങളെ ആദ്യം കാണിച്ചത്. അത് ഞാനൊരു പേപ്പറിൽ വരച്ചെടുത്ത് അത് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു ആദ്യം. അത് നോക്കിയിട്ടാണ് പിന്നെ ഭിത്തിയിലോട്ട് വരച്ചത്. അപ്പോൾ ഈ ചിത്രം എനിക്ക് കിട്ടിയത് നെറ്റിൽ നിന്നാണ്. നെറ്റിൽ ഒരുപാട് വാൾ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഇത് നമുക്ക് 10 രൂപേൻ്റെ പെയിൻറ്റിൽ ഭിത്തിയിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി പെൻസിൽ കൊണ്ട് വരച്ച ശേഷമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്നുള്ള രീതിയിൽ ചിന്തിച്ചത്. അതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പെൻസിൽ കൊണ്ട് വരച്ചത് റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് ഞാനത് പെയിൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുന്നത് കാണിച്ചു തരാം. ഇത് 20 രൂപേൻ്റെ ഫാബ്രിക് പെയിൻറ്റ് അല്ലെങ്കിൽ അക്രിലിക് കളറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നതിന് വേണ്ടി കുറച്ചെടുത്താൽ മതി, 4-5 തുള്ളി. അപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ചിരട്ടയാണ്. അപ്പോൾ ഇതിന് മുന്നേ പെയിൻറ്റ് ചെയ്തതിൻ്റെ കളറാണ് അതിനകത്ത് പിടിച്ചിരിക്കുന്നത്. ഫാബ്രിക് കളർ ആദ്യം കൊണ്ടത് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കും, പോകത്തില്ല പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ചിരട്ട എടുത്തത്. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഒരു തുള്ളി 2 തുള്ളി വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇത് ഔട്ട്ലൈൻ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പോയിൻ്റ് ബ്രഷാണ്. പരന്ന അല്ല, അതിൻ്റെ തുമ്പ് എന്നുള്ള കുറച്ച് കൂർത്തിട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം കാല് വരച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പെൻസിൽ കൊണ്ട് ചെയ്തപ്പോൾ ആദ്യം കാല് വരച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടി അത് കാണിച്ചു തരുന്നത്. അതിനുശേഷം ഇപ്പം ഞാൻ വരയ്ക്കുന്ന ക്രമത്തിൽ തന്നെയാണ് പെൻസിൽ കൊണ്ട് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. വീട്ടിലെ ഹാളിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, ഷോക്കേസിൻ്റെ സൈഡിലായിട്ട്. പെയിൻ്റ് അടിക്കാനായി ഏറെക്കുറെ, അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ചെയ്യുന്നത്. മോശമായാലും കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന് പെയിൻ്റ് അടിക്കുമെന്നൊരു ധൈര്യത്തിൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി മുതിർന്നേക്കുന്നതാണ്. ഞാൻ ഈ വരയ്ക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ സുഹൃത്ത് നിതിഷ ആലപിച്ചൊരു ഗാനം കേൾക്കാം. അപ്പം വരയും പാട്ടും ഒന്നിച്ച് ആസ്വദിക്കാം. പ്ലാവില പൊൻതളികയിൽ പാൽപായസ ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി. പാട്ട് അടിപൊളിയായില്ലേ? പാട്ട് കഴിഞ്ഞു, പക്ഷെ വര കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. വരയ്ക്കുമ്പോൾ ആദ്യം ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ പേപ്പറിൽ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകുമ്പോൾ ഇറേസർ കൊണ്ട് മായ്ച്ച് കളിയില്ലേ, അതുപോലെ തന്നെ ബോളിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോഴും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മായ്ച്ചാൽ മായും കേട്ടോ. ഇറേസർ കുറച്ച് അധികം തീർന്നു പോകുന്നേ ഉള്ളൂ, പക്ഷേ മായ്ക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ പെയിൻറ്റ് കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല. ഞാനിതിന് ബ്ലാക്ക് പെയിൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത്യാവശ്യം നമുക്ക് ഉള്ളിൽ കളർ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര പെർഫെക്ഷൻ നോക്കേണ്ട കാര്യമില്ല, വേഗം വേഗം ചെയ്തെടുക്കാം. ഏകദേശം വര കഴിഞ്ഞിട്ടുണ്ട്. ഇതാ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി നമുക്കിത് കളറ് ചെയ്തെടുക്കാം. കളറെന്ന് വെച്ചാൽ ബ്ലാക്കും വൈറ്റും ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ബ്രഷ് മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ ആ ചെറിയ ബ്രഷ് കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എടുത്താലും ചെയ്തു തരില്ല. ഇത് കുറച്ചും കൂടെ പരന്നിട്ടുള്ളതാണ്. അപ്പം ഇത്ര വലിപ്പമുള്ളത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടെ വലിപ്പമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേഗത്തിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. കുഴപ്പമില്ല, ഇതാണെങ്കിലും മതി. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിനി അടുത്ത പെയിൻറ്റിങ് സെക്ഷനോട്ട് കിടക്കാം. മയിലായി പറന്നു വാ മഴവില്ലു തോൽക്കുമിൻ അഴകി കനിവായി പൊഴിഞ്ഞു താമയിൽ പീലിയൊന്നു നീ അരികെ ഏഴില്ലം കാവുകൾ താണ്ടി എന്നെ ഉള്ളിൽ നീ കൂടണയൂ എൻ മാറിൽ ചേർത്തു മയങ്ങാനേ
പകരം ഞാൻ നൽകും. ആരും അറിയാതൊരു നാൾ ഹൃദയം നീ കവരും. മയിലായോ മയിലായി പറന്നുവാ, മഴവില്ലു തോൽക്കുമിൻ അഴകേ. ഇപ്പോൾ നമ്മുടെ വാൾ പെയിൻറ്റിങ് ഏകദേശം വരച്ച് പൂർണ്ണമായിട്ടുണ്ട്. താഴെ ഞാൻ കുറച്ച് പുല്ലുകളൊക്കെ വരച്ച് കൊടുക്കുന്നതാണ്, ഈ പുല്ലിൽ നിൽക്കുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഫാബ്രിക് പെയിൻറ്റിൻ്റെ ആ തിളക്കം അതേപോലെ കിട്ടാൻ വെള്ളം ചേർക്കുമ്പോൾ ആ തിളക്കം നമുക്ക് ഉണ്ടാവില്ല. ഞാൻ ചെയ്ത വാൾ പെയിൻറ്റിൻ്റെ മോഡൽ നെറ്റിൽ നിന്ന് എടുത്താണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ സ്റ്റിക്കർ അവൈലബിൾ ആണ്. ഇതിന് നല്ല 250 മേലെ റേറ്റ് വരുന്നുണ്ട്. നമുക്ക് 20 രൂപേൻ്റെ ഒരു കുപ്പി പെയിൻറ്റിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പെയിൻറ്റിൻ്റെ പകുതി നമുക്ക് ആവുന്നുള്ളൂ. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ബ്രഷും സാധാ ബ്രഷ് തന്നെയാണ്. ഈ 10 രൂപേൻ്റെ പെയിൻറ്റിലൊക്കെ ഉണ്ടാകുന്ന ബ്രഷില്ലേ, ആ ബ്രഷ് തന്നെയാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത്, ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ബ്രഷ്. വരച്ചതും പെയിൻറ്റ് ചെയ്ത് കിടക്കുക ഏകദേശം 4 മണിക്കൂർ സമയം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.